പ്രതി എമ്പുരാനിൽ 24 കട്ടാണ് നിർദ്ദേശിച്ചത്. ആ 24 കട്ടുകളോട് കൂടിയാണ് സിനിമ പിന്നീട് റിലീസ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. നമ്മൾ കണ്ടതാണ് എന്തെല്ലാം നാടകീയമായ സംഭവ വികാസങ്ങളാണ്. വില്ലൻ്റെ പേര് മാറ്റണം, ആ കഥാപാത്രങ്ങളിൽ ചില ആളുകൾ അവരെ ചിത്രങ്ങളിൽ നിന്ന് മായ്ക്കണം. അങ്ങനെ 24 കട്ടുകൾ നിർദ്ദേശിച്ചാണ് ഒരു സിനിമ ഇറങ്ങുന്നത്. ഇപ്പോൾ ഇതാ ജാനകി എന്നൊരു കഥാപാത്രത്തിന് പേരിടാൻ പറ്റില്ലത്രേ. അതും ഔദ്യോഗികമായിട്ടല്ല അറിയിക്കുന്നത്, ഇത് അനൗദ്യോഗികമായിട്ടാണ് അറിയിക്കുന്നത്. സെൻസറിങ് ചെയ്യുന്നില്ല. ഒടുവിൽ നിർമ്മാതാക്കൾക്ക് കോടതി കയറി വരേണ്ടി വരുന്നു. നാളെ കോടതിയിലേക്ക് എത്തുകയാണ് ഈ വിഷയം. ഇതിൽ പറയുന്നത് അത് സീതാദേവിയുടെ പര്യായമായതുകൊണ്ട് ജാനകി എന്ന് സിനിമയ്ക്കും കഥാപാത്രത്തിനും പേരിടാൻ കഴിയില്ല. ഇതെങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക്? ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പേരിടാൻ ഭയക്കണോ? പേരിടാൻ മാത്രമല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നാകെ തന്നെ ഭയക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് നമ്മൾ എമ്പുരാനാണ് കാര്യമായി ചർച്ച ചെയ്തത്. നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആ സിനിമ എങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് അറിയാവുന്നതാണ്. അതിൻ്റെ കട്ടുമായി ബന്ധപ്പെട്ട് അത് ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. എമ്പുരാനാണ് വലിയ തോതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും തൊട്ടു പിന്നാലെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം അത് തന്നെയാണ്. ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ജാനകി എന്നത് സീതയുടെ പര്യായമാണ്. ആ പേരിടാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ആ സിനിമയിലെ കഥാപാത്രം ഒരു പെൺകുട്ടിയുടെ പേര് ജാനകി എന്നാണ്. അങ്ങനെ മാത്രമായതുകൊണ്ടാണോ ആ പേര് പാടില്ല എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കഥയിലെ ആ കഥാപാത്രം ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്, ഒരു ത്രില്ലറാണത്. അതിലെ ആ പെൺകുട്ടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ലൈംഗികമായി ആക്രമിക്കപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് പുരാണത്തിലെ ഒരു പേര് കൊടുക്കരുത് എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇനി വില്ലന്മാരായി വരുന്ന ആളുകൾക്കും ഇതുപോലെ ഇനി പുരാണ കഥാപാത്രങ്ങളുടെ പേര് കൊടുക്കാൻ ഇനി ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫെഫ്ക ചെയർമാൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്, അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കൂ, നിങ്ങൾ ലിസ്റ്റ് ഓഫ് നെയിംസ് തരൂ, ഇത്രയും പേരുകൾ എല്ലാ സിനിമയ്ക്കും, രാമു എന്നൊക്കെ ഉള്ള പേരുകളുണ്ടല്ലോ, രാമു, രാജു എന്നൊക്കെയുള്ള പേരുകൾ, അങ്ങനെയുള്ള പേരുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ല, ഒരു ലിസ്റ്റ് തരട്ടെ, ആ പേരുകൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കേണ്ട പേരുകൾ ഇത്, പുരുഷന്മാർക്ക് ഉപയോഗിക്കേണ്ട പേരുകൾ ഇത്, ഈ തരത്തിൽ ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. ആ രൂപത്തിൽ പറയേണ്ടി വരുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ സുരേഷ് ഗോപി എന്ന കഥാപാത്രം ഈ പറയുന്ന പെൺകുട്ടിയുടെ പേര് 98 തവണയേറ്റ ഉപയോഗിക്കുന്നുണ്ട്. അതും മാറ്റണമെന്നേ. സിനിമയുടെ പേര് മാത്രമല്ല, സിനിമയ്ക്കകത്ത് അത് ആ പേര് പ്രയോഗിക്കുന്ന ഭാഗം മുഴുവൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സിനിമയുടെ മുഴുവൻ ഭാഗങ്ങളും തന്നെ ഒഴിവാക്കുക എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ എത്ര കോടികളുടെ നഷ്ടമാണ്. ഇത് ഒരു രസകരമായൊരു കാര്യം, ഈ സിനിമയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ തന്നെ BJPയുമായി അടുത്ത ആളാണ്. സിനിമയിലെ പ്രധാനപ്പെട്ട നായക കഥാപാത്രമായി വരുന്ന ആൾ സഹമന്ത്രിയാണ്. അപ്പോൾ അവർക്ക് പോലും ഇതിൽ രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഇത് എവിടേക്കാണോ പോകുന്ന ഒരു വിഷയമാണ് വരുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയെ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു സിനിമയുടെ ആളുകൾ. അപ്പോൾ പറയുന്നത് നിങ്ങൾ അതിന് നിയമത്തിൻ്റെ വഴിക്ക് പോകൂ, അതേ വഴിയുള്ളൂ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിന് പോലും വിലയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോടതിയിൽ ശക്തമായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നെറ്റ്ഫ്ലിക്സിൽ ഒരുപാട് സീരീസ് വരാറുണ്ട്, നല്ല കൃത്യമായ രാഷ്ട്രീയം പറയുന്ന BJP വിരുദ്ധ ഒരുപാട് സീരീസുകൾ വന്നിരുന്നു. അത് ഒരു ഘട്ടത്തിൽ അത് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം അതിലും കത്രിക വന്നു. അപ്പോൾ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനെ ഈ BJP അധികാരത്തിൽ വന്ന ശേഷം ഏതൊക്കെ തരത്തിലാണ് ഇടപെടൽ വരുന്നത് എന്ന്. അപ്പോൾ ഈ പേരിടാൻ എന്ന് മാത്രമല്ല, കഥ തിരഞ്ഞെടുക്കുന്നതിലും സിനിമ പറയുന്നതിലും എല്ലാം ശ്രദ്ധിക്കേണ്ടി വരുന്നല്ല, ഭയക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഭയക്കുക എന്ന് വെച്ചാൽ അങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നതല്ല, ബുദ്ധിമുട്ടിക്കുമെന്നുള്ളതാണ്. പൈസ കൊണ്ട് ബുദ്ധിമുട്ടിക്കും, ആ ജോലി വെറുതെ ആകുന്നു. ഇപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നത്? കോടതി രക്ഷ എന്ന് പറയുമ്പോൾ കോടതിയിൽ നിന്നും അതിൽ രക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സിനിമ പോയല്ലോ. അതിൽ പോയ അധ്വാനം, എത്ര പേർക്ക് കിട്ടേണ്ട പണം, ഇതൊക്കെ ഒരുപാട് നഷ്ടങ്ങളുടെ ഒരു കണക്കായിരിക്കും പിന്നെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവുക. ഏതായാലും ഫെഫ്ക മാത്രമല്ല, സിനിമാ നിർമ്മാതാക്കളെല്ലാവരും സമരത്തിന് കൂടി ഇറങ്ങുകയാണ്. ഇത് അനുവദിക്കാൻ പറ്റില്ല. ഇവിടെ സെൻസർ ബോർഡ് അംഗീകരിച്ച കാര്യമാണ്. മുംബൈയിലാണ് കത്രിക വീഴുന്നത്. മുംബൈയിൽ അവർക്ക് അത് ബോധ്യപ്പെടുന്നില്ല. അപ്പോൾ ഹിന്ദി സിനിമയിലൊന്നും ഈ തരത്തിൽ ഹൈന്ദവ നാമങ്ങൾ അല്ലെങ്കിൽ പുരാണത്തിലെ പേരുകളിലുള്ളവർ ആരും തന്നെ കഥാപാത്രങ്ങളായി വരുന്നില്ല എന്നുള്ളതാണോ? ഇനി അത് അവരൊരു കുഴപ്പവും ഒരു കളങ്കവും ഇല്ലാത്തവരായി മാത്രം അവതരിപ്പിക്കുന്നവർക്കാണോ അങ്ങനെ പേരുകൾ വരിക? നമ്മൾ പഴയ കാലമൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഇനി വരുന്ന കാലത്തിൽ ഇനി അങ്ങോട്ടാണോ പോകുന്നത്? ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം പ്രതികരണം നമുക്ക് തേടാനാണ്, അവരുടെ പ്രതികരണം അടക്കം വരേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ അറിയില്ല. കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന സുരേഷ് ഗോപി എന്തായാലും പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും കോടതിയിലാണ് എനിക്ക് വിശ്വാസം. പേരിടാൻ പേടിക്കണം എന്ന് മാത്രമല്ല, സിനിമ കഥ തിരഞ്ഞെടുക്കാനും എല്ലാ തരത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന, ആവിഷ്കാര സ്വാതന്ത്ര്യം കൂടി ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. Meet the editors.